എവിടെ മാറ്റി? എവിടെ മാറ്റി? എവിടെ മാറ്റി? അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ, ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത്? ഞാൻ വയനാട്ടിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ എത്രയോ പടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പങ്കെടുത്ത ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റും ഞാനും പങ്കെടുത്തൊരു പരിപാടി, ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളിപ്പോൾ വാർത്തകളാണല്ലോ പറയുന്നത്. ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എൻ്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പച്ചക്കൊടിയുള്ളത്. ആ കൊടി കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഹാലുമില്ല. ആ കൊടിയുടെ ആ കൊടി പറയട്ടെ പറയട്ടെ. അല്ല ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത്. ഞാൻ പങ്കെടുത്ത ഞാൻ ഫോട്ടോ വന്നാലോ അപ്പൊ രണ്ടും കൂടെ പറയരുത് നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പം നിങ്ങൾ ചോദ്യം മാറ്റുകയാണ്. നമ്മൾ വളരെ നിങ്ങളെല്ലാവരും ഞാൻ മറുപടിയാണല്ലോ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ആരോപണം എന്താ? നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ എന്താ? ഈ പച്ചക്കൊടി പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലുമില്ല. പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ? ഞങ്ങൾക്കാണോ ഹാലുള്ളത്? ഞങ്ങൾക്കൊരു ഹാലുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി ഏതാ? പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഞങ്ങൾ കാരണം വർഷങ്ങളായി ആ പാവപ്പെട്ട INL പോക്കറ്റിനകത്ത് ചുരുട്ടി വെച്ചിരുന്ന കൊടി ഇത്തവണ എടുത്ത് ഉപയോഗിക്കാൻ പറ്റി. സാധാരണ നമ്മൾ ഇടതുപക്ഷത്തിൽ ഒരു പരിപാടിയിൽ INL കൊടി കാണാറില്ല. ഒന്നുമില്ല. ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റത്തില്ല. ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ വയനാട്ടിൽ നടത്തിയ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ കൂടെ നിൽക്കില്ലല്ലോ. നിൽക്കുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കില്ലല്ലോ. ഈ രാജ്യത്ത് അല്ല ഞാൻ പറയട്ടെ അവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഏതെങ്കിലും പാർട്ടിയുടെ ഇപ്പൊ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം. ഇപ്പൊ CPM ചെയ്തിരുന്നത് പോലെ CPMന്റെ കൊടി, CPIയുടെ കൊടി, അല്ലെങ്കിൽ പറയട്ടെ CPMന്റെ കൊടി, CPIയുടെ കൊടി, പിന്നെ അവരുടെ മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം കൊടി അതെല്ലാം ഉപയോഗിക്കുകയും INLന്റെ കൊടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു? നിങ്ങൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കാം. ഞാൻ പറയട്ടെ അല്ല രാഹുൽ ഗാന്ധി വരുമ്പോ കൊടി വേണമോ വേണ്ടായോ? ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണ് നമ്മളാണോ തീരുമാനിക്കുന്നത്? പത്തനംതിട്ടയിൽ നടന്ന പ്രസ് കോൺഫറൻസിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നതിന് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം. പറയട്ടെ. അല്ല ഞാൻ പറയുന്നത് സഹോദരൻ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട്. കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട്. ലീഗിന്റെ മാത്രമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം. ഇത് ആരുടെയും കൂടിയില്ല. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല. അതന്വേഷിക്കാം. അല്ല അത് പറയട്ടെ. കൊട്ടിക്കല വയനാട്ടിൽ ഉപയോഗിക്കില്ല. വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്.
വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, കൊട്ടിക്കലാശത്തിൽ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതെനിക്കറിയില്ലെന്ന്, എനിക്കറിയില്ല. അല്ല, എനിക്ക് ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലല്ലോ. ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. അല്ല, ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ. ആ പറയൂ, അടുത്ത ചോദ്യം പറ. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ് ഹസൻ പറഞ്ഞത്. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം സംസ്ഥാന അധ്യക്ഷന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പതാക കൊടി മാറ്റിയ പ്രസ്ഥാനമാണ്